ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدا عبده ورسوله الذي أرسله بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال نبينا حبيبنا محمد صلى الله عليه وسلم: رجب شهر الله وشعبان شهري ورمضان شهر أمتي. أو كما قال شفيع الورى رسول الله صلى الله عليه وسلم. അനുഷ്ഠിക്കണം അതിൽ നിന്ന് ആദ്യം ഒന്നും, അതുപോലെ വീണ്ടും ഒന്ന് മധ്യമിൽ നിന്നും, മൂന്നാമതായി പിന്നൊന്ന് അന്ത്യമിൽ നിന്നും അനുഷ്ഠിച്ചു എന്നാൽ തന്നെ മതി കുല്ലിനും. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു ജല്ല ജലാലുഹു തആല ഈ പുണ്യഭവനത്തിൽ നമ്മെ ഒരുമിപ്പിച്ചതുപോലെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറക്കപ്പെട്ടതായ സ്വർഗീയ പൂങ്കാവനത്തിലും നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ മുഴുവനത്തിനെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം നമുക്കും നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും, വിശിഷ്യ നമ്മുടെ ഒക്കെ ഒരു ദുആ പ്രതീക്ഷിച്ച് ഈ പള്ളിക്ക് ചുറ്റിലുമുള്ള ഖബറുകളിൽ കിടക്കുന്ന ഖബറാളികൾക്കെല്ലാം അല്ലാഹു തആല മാപ്പ് നൽകുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പടച്ചവന് പൊരുത്തപ്പെട്ട നിലയിൽ ജീവിക്കുവാനും ആ ജീവിതത്തിന്റെ പരിപൂർണത ഏത് സമയത്താണെങ്കിലും പരിപൂർണമായ ഈമാനോടെ, ഇഖ്ലാസോടെ, തഖ്വയോടെ വിട പറയുവാൻ പ്രപഞ്ചനാഥനായ റബ്ബ് വലിയ ഭാഗ്യം നസീബാക്കുമാറാവട്ടെ. ആമീൻ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, വർഷങ്ങൾ മാസങ്ങൾ പോലെയും മാസങ്ങൾ ആഴ്ചകൾക്ക് തുല്യമായും
ആഴ്ചകൾ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നത് പോലെയും മണിക്കൂറുകൾ മിനിറ്റുകൾ പോലെയുമൊക്കെ നമ്മിൽ നിന്നും മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് അതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക് എത്തുന്നതിന് മുൻപ് മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ കഴിഞ്ഞു പോകുന്നു നമ്മൾ അറിയുന്നില്ല. പ്രത്യേകിച്ച് പ്രവാസികളായ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലെത്തി കഴിഞ്ഞാൽ നാളെ തിരിച്ചു പോകും അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് തിരിച്ചു പോകുമെന്ന് പറയുമ്പോഴാണ് നമ്മൾ വന്നിട്ടപ്പോൾ എത്രയായി, കഴിഞ്ഞ ആഴ്ച വന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നതല്ല 4 മാസമായി, 6 മാസമായി, 3 മാസമായി എന്നൊക്കെ നമ്മളോട് പറയുമ്പോഴാണ് അത്രയും കാലം, അത്രയും ദിവസങ്ങൾ കഴിഞ്ഞു പോയി എന്ന് നാം പോലും മനസ്സിലാക്കുന്നത്. മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ 10ാം ക്ലാസ്സിൽ ചേർത്ത് 2-3 വർഷം കഴിയുമ്പോഴേക്കും അവരുടെ വിവാഹ കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് വരുമ്പോൾ, പെൺമക്കളെ സംബന്ധിച്ചിടത്തോളം വിവാഹ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വരുമ്പോഴാണ് എൻ്റെ ചെറിയ കുട്ടി ഇത്രയും വളർന്നു വലുതായല്ലോ, ഇത്രയും കാലങ്ങൾ കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ നമ്മൾ ആലോചിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇങ്ങനെ യുഗങ്ങൾ, കാലചക്രങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും പിടികൊടുക്കാത്ത വിധത്തിൽ, ആർക്കും നിന്നൊന്ന് ആലോചിക്കാൻ സമയം കൊടുക്കാത്ത വിധത്തിൽ കാലഘട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കൊന്നും മനസ്സിലാകുന്നില്ല. യുഗങ്ങൾ യുഗാന്തരങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലും മാറ്റം വരാത്ത അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, ആ പരിശുദ്ധമായ ദീനിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയുടെ മേലും നിർബന്ധമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ മാസങ്ങളിലും പുണ്യമായ ദിവസങ്ങൾ ഉണ്ടെന്നും ആ ദിവസങ്ങളെ പറ്റിയിട്ടൊക്കെ ഓർമ്മപ്പെടുത്തുന്നതും ആ മാസങ്ങളിൽ പരിശുദ്ധ റമദാനെ പോലെയൊക്കെ മാസങ്ങളിൽ വ്യത്യാസമില്ലാതെ എല്ലാ പകലുകളിലും, റമദാനിന്റെ 30 പകലുകളിലുമൊക്കെ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നതൊക്കെ നമ്മളങ്ങനെ കാലം മാറിപ്പോയാലും അള്ളാഹുവിന്റെ നിയമത്തിന് മാറ്റമില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ അള്ളാഹുവിന്റെ നിയമത്തിന് മാറ്റം വരാത്ത വലിയൊരു സംഗതിയാണ് മാസങ്ങൾ കഴിഞ്ഞു പോവുക എന്നുള്ളത്, മാസങ്ങളെ ക്രമപ്പെടുത്തിയിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയിലെ 36-ാമത്തെ വചനം, 36-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ നിയമ പുസ്തകത്തിൽ, അല്ലാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ പരിശുദ്ധമായ മാസങ്ങളെ അതിനെ 12ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. 12ആയിട്ട് ക്രമീകരിച്ച പടച്ച തമ്പുരാൻ മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ 4 വളരെ പ്രാധാന്യമുള്ള, 4 വളരെ പവിത്രതയുള്ള, 4 മനുഷ്യൻ ആദരിക്കേണ്ടതായ രീതിയിൽ അല്ലാഹു തആല ക്രമപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, ഈ 4 മാസങ്ങളിൽ നിങ്ങൾ അക്രമം കാണിക്കാൻ പാടില്ല, തെറ്റ് ചെയ്യാൻ പാടില്ല, കുറ്റങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം ആ മാസങ്ങളുടെ രാവുകളും പകലുകളും അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പവിത്രമായതാകുന്നു. ആ മാസങ്ങളുടെ പകലുകളും രാവുകളും അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷികളായി, നാളെ സാക്ഷി പറയാനായി അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലുന്ന മാസങ്ങളും ദിവസങ്ങളുമാകുന്നു. അതുകൊണ്ട് ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ ആരും സ്വന്തം ശരീരത്തിനോട് അക്രമം ചെയ്തുകൂടാ എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല എന്നും, നമസ്കാരത്തെ ഉപേക്ഷിക്കാൻ പാടില്ലെന്നും, ഹറാമുകൾ കാണാൻ പാടില്ലെന്നും, ഹറാമുകൾ കേൾക്കാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കുവാനോ ഹറാമുകളായ തെറ്റുകളിലേക്ക് അടുക്കുവാനോ പാടില്ല എന്ന അല്ലാഹുവിന്റെ നിർദ്ദേശം ഈ പരിശുദ്ധമായ മാസങ്ങളിൽ നാം പാലിക്കേണ്ടതാണ്. ഏതൊക്കെയാണ് ആ പരിശുദ്ധമായ മാസങ്ങൾ? അതിലൊന്ന് പരിശുദ്ധമായ റജബ് തന്നെയാണ്. ഇന്ന് റജബിന്റെ 2ാമത്തെ പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല ഈ മാസത്തിനെ പരിഗണിച്ചവരുടെ കൂട്ടത്തിൽ, ആദരിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.
ഈ പരിശുദ്ധമായ റജബ്, ആ റജബ് മാസത്തിന്റെ പവിത്രതയെ പറ്റി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റജബുൻ ഷഹ്റുല്ലാഹ്. റജബ് അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഈ കഴിഞ്ഞതായ ജമാദുൽ അവ്വൽ ജമാദുൽ ആഖിർ പോലെയല്ല, റബീഉൽ അവ്വൽ റബീഉൽ ആഖിർ പോലെയല്ല, മുഹറം പോലെയല്ല. റജബുൻ ഷഹ്റുല്ലാഹ്, അത് അല്ലാഹുവിന്റെ മാസമാണ്, അത് അള്ളാന്റെ മാസമാണ്. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയപ്പെടുന്നതായ എല്ലാത്തിനും പവിത്രതയുണ്ട് എന്ന് നമുക്കറിയാം. ബൈത്തുല്ലാ കഅബ, ബൈത്തുല്ലാ അള്ളാഹുവിന്റെ കഅബയാണ്. നബിയുല്ലാ അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റിയിട്ടൊക്കെ അഭിസംബോധന ചെയ്തു പറയുമ്പോൾ നമുക്കറിയാം അള്ളാഹുവിലേക്ക് ചേർത്ത് പറയപ്പെട്ടിട്ടുള്ള സർവ്വതിനും അതിൻ്റെതായ പവിത്രതയുണ്ട്. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ, ഒരു മന്ത്രിയുടെ മകൻ എന്ന് പറഞ്ഞാൽ, മന്ത്രിയുടെ മകനാണെന്ന് പറയുമ്പോൾ പോലീസുകാർക്കും ഒരു ആദരവുണ്ടാകും, നാട്ടുകാർക്കും ഒരു ആദരവുണ്ടാകും. തങ്ങളുടെ മോനാണ് വരുന്നത്, അഹ്ലു ബൈത്തിൽപ്പെട്ടയാളാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരൊക്കെ ആദരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. കാരണം അതൊക്കെ ആദരിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതുമാണ് എന്നുള്ള കൃത്യമായ ബോധം നമുക്കുള്ളത് കൊണ്ടാണ്. ഈ ഒരു ബോധം, ഈ ഒരു അർത്ഥം, ഈ ഒരു വ്യാപ്തിയാണ് റജബുൻ ഷഹ്റുല്ലാഹ് എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുടെ മാസമാണ്. അള്ളാഹുടെ മാസത്തിനെ ആദരിക്കണം, അള്ളാഹിന്റെ മാസത്തിനെ മാനിക്കണം. അതിനെ അപമാനിക്കാനോ അവമതിക്കാനോ അവഹേളിക്കാനോ നിസാരവൽക്കരിക്കാനോ മുസ്ലിമായ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. അതാണ് പറഞ്ഞതിന്റെ ആകത്തുക. റജബുൻ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുന്ന മാസമാണ്. ഈ റജബ് മാസത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നു. റജബ് എന്ന ആ വാക്ക് തന്നെ, ആ നാമം തന്നെ സൂചിപ്പിക്കുന്ന വലിയ വലിയതായ അർത്ഥ ഫലങ്ങളുണ്ട്. റജബിൽ 3 അക്ഷരങ്ങളാണ്, റാ, ജീം, ബാ. റജബ് എന്നുള്ളതിൽ റാ, അത് യദുല്ലു അലാ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ സൂചിപ്പിക്കുന്നതാണ്, അല്ലാഹുവിന്റെ കരുണയുടെ മേൽ അറിയിക്കുന്നതാണ് റാ. ജീം എന്ന് പറയുമ്പോൾ ജൂദുല്ലാഹ്, അല്ലാഹുവിന്റെ ജൂദിനെ, ഔദാര്യത്തെ പറ്റി കുറിക്കുന്ന ആ ഒരു സന്ദേശമാണ് ജീമിനുള്ളതെങ്കിൽ ബാഉൻ ബിറുല്ലാഹ്, അല്ലാഹുവിന്റെ ഗുണങ്ങൾ അല്ലാഹു അവന്റെ അടിമകളിലേക്ക് വർഷിച്ചു കൊടുക്കുന്നതായ മാസമാണ് റജബ് എന്നതിലേക്കുള്ള സൂചനയാണ് ബാ കൊണ്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തും അല്ലാഹുവിന്റെ ജൂദും അല്ലാഹുവിന്റെ ബിറും ആർക്കെങ്കിലും കരസ്ഥമാക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പുണ്യ റജബ് മാസത്തിനെ ആദരിച്ചു കൊള്ളട്ടെ, ഈ റജബിനെ അവൻ പരിഗണിച്ചു കൊള്ളട്ടെ, റജബിൽ അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ, റജബിൽ അവൻ നമസ്കരിച്ചു കൊള്ളട്ടെ, റജബിൽ അവൻ ഖുർആൻ ഓതട്ടെ, റജബിൽ അവൻ സ്വതക്ക ചെയ്യട്ടെ, റജബിൽ അവൻ കുടുംബ ബന്ധങ്ങൾ ചേർക്കട്ടെ, റജബിൽ പള്ളിയിൽ വന്ന് ഇഅ്തികാഫിരിക്കട്ടെ. അങ്ങനെ പുണ്യകരമായ കാര്യങ്ങളെല്ലാം ഓരോ അടിമയും ചെയ്തു കൊള്ളട്ടെ. എന്നാൽ റജബുൻ ഷഹ്റുല്ലാഹ് യസുബ്ബു അലൈഹി റഹ്മത്തുല്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്ത് വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കുന്നതാണ് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റജബ് മാസം നമ്മിലേക്ക് സമാഗതമായി കഴിഞ്ഞപ്പോ ഈ കഴിഞ്ഞുപോയ മാസങ്ങളൊക്കെ പോലെ തന്നെ നമ്മൾ നിസ്കരിച്ചാൽ മതിയോ? പോരാ. നമ്മളോ ഖുർആൻ ഓതിയാൽ മതിയോ? പോരാ. നമ്മൾ വൈകുന്നേരമാകുമ്പോ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഒരു യാസീനെങ്കിലും ഓതൽ പതിവുള്ള ആളുകളുണ്ട്. എന്നാൽ റജബിൽ നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം മാത്രം യാസീൻ ഓതുന്നവരായി മാറിയാൽ പോരാ. എല്ലാ ദിവസവും ഖുർആനിന്റെ ഓരോ താളുകൾ നമ്മൾ ഓതുന്നവരായി മാറണം. അല്ലാഹു അങ്ങനെ നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. റജബിനെ ആദരിച്ചാൽ ഇദാ കാന യൗമൽ ഖിയാമത്തി, ഈ ലോകത്തുള്ളതായ സർവ്വമാന വസ്തുക്കളും നശിച്ച് നാമാവശേഷമായി കാലങ്ങൾ കഴിഞ്ഞുപോയി, അങ്ങനെ അവസാനം ഖിയാമത്ത് നാളിൽ മഹ്ശറയിലേക്ക് മനുഷ്യന്മാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി കഴിയുമ്പോൾ യുനാദി മുനാദിൻ, മഹ്ശറ എന്ന് പറയുന്ന വിശാലമായ വിസ്താരമായിട്ടുള്ളതായ നോക്കത്താ ദൂരത്തോളം വീണ്ടും വിശാലമായി കിടക്കുന്ന മഹ്ശറാവൻ സഭ, എല്ലാ മനുഷ്യരും അവിടെ ഒത്തുകൂടുന്നതാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇനി ഭൂമി അവസാനിക്കുന്ന നാൾ വരെ ജനിച്ചു വീണതായ മുഴുവൻ മനുഷ്യന്മാരെയും അല്ലാഹു തആല അവിടെ ഒരുമിച്ച് കൂട്ടി നിർത്തുന്നതാണ്. അങ്ങനെ നിർത്തി കഴിയുമ്പോൾ യുനാദി മുനാദിൻ, അക്കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറയും. അല്ലാഹുവിന്റെ ആജ്ഞപ്രകാരം ഒരു മലക്ക് അവിടെ വിളിച്ചു പറയുകയാണ്, ഐന റജബിയൂൻ, എവിടെയാണ് റജബിയാക്കൾ? എവിടെയാണ് റജബിയാക്കൾ?
റജബിൽ ഖുർആൻ ഓതിയവൻ എവിടെയാണ്? റജബിൽ നോമ്പനുഷ്ഠിച്ചവൻ എവിടെയാണ്? റജബിൽ നിസ്കരിച്ചവൻ എവിടെയാണ്? റജബിൽ രാത്രികാലങ്ങളിൽ തഹജ്ജുദ് നിസ്കരിച്ചവൻ എവിടെയാണ്? റജബിൽ എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു മാറിയവൻ എവിടെയാണ്? റജബിൽ മദ്യപാനം ഒഴിവാക്കിയവൻ എവിടെയാണ്? റജബിൽ മദ്യപാനത്തിന് നിർത്തിയവൻ എവിടെയാണ്? എല്ലാ തെറ്റുകളിൽ നിന്നും മാറി പരിശുദ്ധ ജീവിതം ജീവിച്ചതായ റജബിയാക്കൾ എവിടെയാണ്? ഫയഖ്റുജു നൂറുൻ. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോ മഹ്ശറയിൽ നിന്നും ഒരു പ്രകാശം അതാ ഉദിച്ചു വരികയാണ്. മഹ്ശറയിൽ ഒരു പ്രകാശം ഉദിച്ചു വരികയാണ്. ആ പ്രകാശത്തിന് ഫയത്ബഉ ജിബ്രായീൽ വമീകായീൽ ദാലിക നൂറാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ആ പ്രകാശത്തിന്റെ പുറകെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മഹ്ശറയിൽ ഒരു വലിയ പ്രകാശം, കാണാൻ നല്ല 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 ഭംഗിയുള്ള സൂര്യപ്രകാശം ഇങ്ങനെ തിളച്ചു നിൽക്കുമ്പോഴും ഈ പ്രകാശത്തിന് എന്തോ പ്രത്യേക ഭംഗിയാണ്. ആ ഭംഗിയുള്ള പ്രകാശത്തിന്റെ പുറകെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും സഞ്ചരിക്കും. വയത്ബഉ റജബിയ്യൂൻ. ആ പ്രകാശത്തിന്റെ പുറകെ, ജിബ്രീലിന്റെ പുറകെ, മീകാഈലിന്റെ പുറകെ റജബിൽ നിസ്കരിച്ചവര് പോകും, റജബിൽ നോമ്പനുഷ്ഠിച്ചവര് പോകും, റജബിൽ കുടുംബബന്ധം ചേർത്തവര് പോകും, റജബിൽ ഖുർആൻ ഓതിയവര് പോകും, റജബിൽ സ്വതക്ക ചെയ്തവര് പോകും. റജബ് മാസത്തിൽ നേരത്തെ ജുമാ ദിവസത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ പള്ളിയിലേക്ക് വന്നവര് ആ പ്രകാശത്തിന്റെ പുറകെ പോകും. ثم يمرون على الصراط كالبرق الخاطفي. പിന്നെ അവരെല്ലാവരും ഈ റജബിയാക്കളായ ആളുകളെല്ലാം ഈ പ്രകാശത്തിന്റെ പുറകെ സിറാത്ത് എന്ന് പറയുന്ന നരകത്തിന്റെ കുറുകെ നാട്ടപ്പെട്ടിട്ടുള്ള അതിഭയാനകരമായ ആ വലിയ സംഭവമാകുന്ന സിറാത്ത് എന്ന പാലത്തിലൂടെ കൽബർഖിൽ ഖാതുഫി, ഇടിമിന്നൽ പോലെ വലിയ വേഗത്തിൽ ആ സിറാത്ത് എന്ന പാലത്തിലൂടെ കടന്ന് സ്വർഗത്തിലെത്തും. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ റജബിനെ മാനിച്ചവർക്ക് കിട്ടുന്ന മഹത്തായ ഭാഗ്യം, ആ നരകത്തിൽ കിടക്കുന്ന നരകത്തിലുള്ള അദാബുകൾ അവന് കാണണ്ട. ചില ആളുകൾ സിറാത്തുൽ മുസ്തഖീമിലൂടെ പാലത്തിലൂടെ മുട്ടിലിഴഞ്ഞു പോകുമ്പോ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? തന്റെ കൂടെ ഉണ്ടായിരുന്നവർ, തന്റെ നാട്ടിലുണ്ടായിരുന്നവർ, തനിക്കറിയാവുന്നവരൊക്കെ ചിലർ, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, നരകത്തിൽ കിടന്ന് വെന്തുരുകുന്ന, അട്ടഹസിക്കുന്ന, വിലപിക്കുന്ന, കരയുന്ന കാഴ്ചകൾ കണ്ട് സങ്കടത്തോടെ മുട്ടിലിഴഞ്ഞിഴഞ്ഞെങ്കിലും സ്വർഗത്തിലേക്ക് പോകണമെന്ന ആഗ്രഹത്തോടെ ഇഴഞ്ഞു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ സിറാത്ത് എന്ന പാലത്തിലൂടെ ഇതൊന്നും കാണണ്ടാത്ത രീതിയിൽ മിന്നൽ വേഗത്തിൽ സ്വർഗത്തിലേക്ക് എത്തും അവർ. എന്നിട്ടോ സുമ്മ യസ്ജുദൂനല്ലാഹ ശുക്രൻ ലിതജാവസൂഹും സിറാത്താ. പിന്നെ അവർ നേരെ സ്വർഗത്തിലേക്ക് പോയി അല്ലാഹുവിന്റെ മുന്നിൽ അല്ലാഹുവിന് വേണ്ടി സുജൂദിലായി, സ്വർഗത്തിൽ സുജൂദിലായി കിടക്കുകയാണ്. എന്തിനാ? ലിയതജാവസു അനി സിറാത്ത്. ആ സിറാത്ത് എന്ന ഭയാനകമായ പാലത്തിലൂടെ തങ്ങൾക്ക് കടന്നു പോകാൻ ലഭിച്ച ആ വലിയ അവസരത്തിന് വേണ്ടി അവസരം നൽകിയ പടച്ചവന്റെ മുന്നിൽ സുജൂദിലായിട്ട്, നന്ദിയിലായിട്ട്, സുജൂദിലായിട്ട് അവർ കിടക്കുകയാണ്. അപ്പോൾ അതാ ഫയഖൂലുല്ലാഹു തആല, അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വെച്ച് വിളിച്ചു പറയും, അയ്യുഹൽ റജബിയൂൻ, അല്ലയോ റജബിയാക്കളെ, റജബിനെ പരിഗണിച്ചവരെ, റജബിനെ മാനിച്ചവരെ, റജബാണല്ലോ എന്ന് കരുതിക്കൊണ്ട് ജാഹിലിയത്ത് പോലും അറിവില്ലാതിരുന്ന കാട്ടാളന്മാരായിരുന്ന, യുദ്ധക്കൊതിയന്മാരായിരുന്ന ആളുകൾ പോലും റജബ് മാസമായാൽ അവരുടെ വാളുകൾ ഉറയിലേക്ക് തിരിച്ചുവിടും എന്ന് മഹാന്മാരായ ചരിത്രകാരന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. വാളുകൾ അവർ തിരിച്ച് ഉറയിലേക്കിടും. പിന്നെ ആ മാസത്തിൽ അവർ യാതൊരു തർക്കത്തിലും ഏർപ്പെടൂല, യാതൊരു യുദ്ധത്തിലും ഏർപ്പെടൂല. അവർ റജബിനെ മാനിക്കുന്നവരായിരുന്നു. അറിവില്ലാത്ത കാട്ടാളന്മാരായ ആളുകൾ അങ്ങനെ ചെയ്തുവെങ്കിൽ അറിവുള്ള മുസ്ലിമീങ്ങളായ റജബിന്റെ മഹത്വവും അതിന്റെ പോരിശയും ഒക്കെ അറിയുന്ന നമ്മൾ എന്തു ചെയ്യണം? കൃത്യമായ റജബിനെ മാനിക്കണം. റജബിൽ നമ്മൾ സാധാരണ മാസത്തിൽ ചെയ്തു പോരുന്നതിനേക്കാൾ കൂടുതലായി പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ റജബിനെ നമ്മൾ തിരഞ്ഞെടുക്കണം. അതുതന്നെയാണ് പറഞ്ഞത്, റജബുൻ ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസമാണ് കേട്ടോ, അള്ളാഹുവിന്റെ മാസമാണ് കേട്ടോ. മന്ത്രിപുത്രനെ ആദരിച്ചാൽ, സയ്യിദിനെ നിങ്ങൾ ആദരിച്ചാൽ നിങ്ങൾക്ക് എത്ര നേട്ടമുണ്ടോ അതുപോലെ നേട്ടവും
ആ മന്ത്രിപുത്രനെ നിങ്ങൾ ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് കോട്ടമുണ്ടോ? അതുപോലെ കോട്ടവും റജബിനെ മാനിച്ചാൽ നിങ്ങൾക്കുണ്ട്. ഒരു ഉദാഹരണമായി പറഞ്ഞതാണ്. റജബിനെ മാനിച്ചാൽ നിങ്ങൾക്കുണ്ട്, റജബിനെ നിങ്ങൾ കളങ്കപ്പെടുത്തിയാൽ അതിന്റെ തെറ്റുകൂടി നിങ്ങൾ ഏൽക്കേണ്ടതായി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിലായി നിൽക്കുമ്പോ അള്ളാഹു വിളിച്ചു പറയും, അയ്യുഹർ റജബിയൂൻ, അല്ലയോ റജബിയാക്കളെ, ഇർഫഉ റൂസക്കും, നിങ്ങൾ തല ഉയർത്ത് കേട്ടോ. ഇർഫഉ റൂസക്കും അൽയൗമ, നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ സുജൂദ് ചെയ്തതും മതി. ഖദ് ഖളൈതുമുസ് സുജൂദ ഫിദ്ദുനിയാ ഫീ ശഹരി, എന്റെ മാസത്തിൽ നിങ്ങൾ ദുനിയാവിൽ വെച്ച് സുജൂദ് ചെയ്തവരല്ലേ, അതുകൊണ്ട് ഇനി നിങ്ങൾ സുജൂദ് ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾ തല ഉയർത്തണം കേട്ടോ. ഇർതഹിലു ഇലാ മനാസിലിക്കും, നിങ്ങൾ സ്വർഗത്തിലെത്തിയില്ലേ, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ അനുഭൂതികളിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്ക്, സ്വർഗീയ ആരാമങ്ങളിലേക്ക്, സ്വർഗീയ ഭവനങ്ങളിലേക്ക് നിങ്ങൾ പൊയ്ക്കൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. മറ്റൊരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസുണ്ട്. കുന്നാ മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ ഒരിക്കൽ നബി തങ്ങളുടെ കൂടെ ഒരു യാത്ര പോവുകയാണ്. ഫമറർനാ ബിഖബരിൻ, അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോ നബിയും സംഘവും ഞങ്ങളൊക്കെ കൂടി ഒരു ഖബറിന്റെ അടുക്കലൂടെ പോയി. ഒരു ഖബറിന്റെ അടുക്കലൂടെ പോയി കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫബകാ ബുകാഅൻ ശദീദാ, നബി തങ്ങൾ ആ ഖബറിന്റെ ചാരെ കൂടെ പോയി കഴിഞ്ഞപ്പോ ആ ഖബറിന്റെ അടുക്കൽ നിന്ന് കരയാൻ തുടങ്ങി. നബി തങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു. നബി തങ്ങളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നു. അത് കഴിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ ചാരെ നിന്നുകൊണ്ട് ദുആ ചെയ്തു. ഖബറിന്റെ ചാരെ നിന്ന് ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തൗബാൻ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ലിമ ബക്കൈത യാ റസൂലല്ലാഹ്, എന്താ നബിയെ അങ്ങ് കരഞ്ഞു പോയത്? ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ വാക്കുകൾ പറയുന്ന പ്രവാചകനാണ്. ഏറ്റവും വലിയതായ കാര്യങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ ഒരു ഖബറിന്റെ ചാരെ നിന്ന് കഴിഞ്ഞപ്പോ കരഞ്ഞുപോയി. ലിമ ബക്കൈത യാ റസൂലല്ലാഹ്, എന്താ നബിയെ കരഞ്ഞത്? എന്താണ് പ്രവാചകരെ കരഞ്ഞത്? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ സൗബാൻ, ഓ സൗബാനെ, ഹൗലായി യുഅസിബൂന ഫീ ഖുബൂരിഹിം, ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ അവർക്ക് അദാബിലാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖബറിൽ അവർ പ്രയാസത്തിലാണ്, ഖബറിൽ അവർക്ക് ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്തപ്പോ ഫഖഫഫ അല്ലാഹു അൻഹുൽ അദാബ്, ആ അദാബുകൾ അല്ലാഹു തആല ലഘൂകരിച്ചു കൊടുത്തു. 10 ഇടി ഒരു 2 ഇടിയാക്കി കൊടുത്തു. തീനാളങ്ങൾ അല്ലാഹു തആല കുറെ പിൻവലിച്ചു. ഫഖഫഫല്ലാഹുൽ അദാബ്, അല്ലാഹു തആല അദാബിനെ ഖഫീഫാക്കി കൊടുത്തു, ലഘുവാക്കി കൊടുത്തു. ഉയർത്തി കളഞ്ഞു എന്നല്ല, ലഘുവാക്കി കൊടുത്തു. എന്നിട്ട് തുടർന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ സൗബാൻ, സൗബാനെ, ഈ ഖബർ ശിക്ഷകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന വലിയൊരു സൽക്കർമ്മം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ സൗബാൻ. യാ സൗബാൻ, ഈ മനുഷ്യൻ ഹൗലായി ലൗ സ്വാമ ഹൗലായി യൗമൻ മിൻ റജബിൻ വഖാമ ലൈലഹാ, ഈ മനുഷ്യന്മാര് റജബ് മാസത്തിനെ അതിന്റെ പവിത്രതയെ മാനിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസത്തിൽ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും അതിന്റെ രാത്രിയിൽ എഴുന്നേറ്റ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാ അസ്സബൂ ഫീ ഖുബൂരിഹിം, അല്ലാഹു അവരെ അവരുടെ ഖബറിലിട്ട് ശിക്ഷിക്കുമായിരുന്നില്ല സൗബാൻ. അല്ലാഹു ഒരു ശിക്ഷയും അവർക്ക് കൊടുക്കുമായിരുന്നില്ല സൗബാൻ. ആ ഖബർ അവർക്ക് വലിയ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഭവനമായി മാറുമായിരുന്നു സൗബാൻ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തപ്പോൾ സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, റജബ് മാസത്തിൽ റമളാനെ പറ്റിയിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വേറെ സൽക്കർമ്മങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ പോകുന്ന ജീവിതയാത്രയിൽ റജബ് എന്ന് പറയുന്ന മാസത്തിൽ ഒരാൾ പകൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി ഇബാദത്ത് ചെയ്യുകയും ചെയ്താൽ മരിച്ച് ഖബറിലേക്ക് വെച്ച് കഴിയുമ്പോൾ ആ ഖബറിൽ അദാബ് ഉണ്ടാവില്ല എന്നാണോ നബിയെ ഈ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വല്ലദീ ബഅസനി ബിൽ ഹഖി നബിയ്യ,
എന്നെ നബിയായി അയച്ചിട്ടുള്ളതായ പടച്ച തമ്പുരാനെ തന്നെ സത്യം. മാമിൻ മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, ഏതെങ്കിലും ഒരു മുസ്ലിമായ പുരുഷനോ ഏതെങ്കിലും ഒരു മുസ്ലിമായ സ്ത്രീയോ ആരെങ്കിലും ഒരാൾ യസൂമു സൗമൻ വ യഖൂമു ലൈലത്തിൻ, ആരെങ്കിലും ആ റജബിന്റെ പകലിൽ നോമ്പനുഷ്ഠിക്കുകയും രാത്രി ഇബാദത്ത് ചെയ്യുകയും ചെയ്താൽ യുരീദു ബിഹിമാ വജ്ഹല്ലാഹ്, അത് ചെയ്യുമ്പോൾ പടച്ചവന്റെ തൃപ്തിക്ക് വേണ്ടി ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല ആ മനുഷ്യൻ ആ ചെയ്ത ഒരു നോമ്പിനും ആ ഒരു രാത്രിയിലെ ഇബാദത്തിനും പകരമായി ഒരു വർഷത്തെ ഇബാദത്ത് അല്ലാഹു തആല നൽകും. എങ്ങനെയുള്ള ഒരു വർഷം? ആ വർഷത്തിന്റെ 1-ാമത്തെ ദിവസം മുതൽ 365-ാമത്തെ ദിവസം വരെ നോമ്പനുഷ്ഠിച്ചതിന്റെയും രാത്രി ഇബാദത്ത് ചെയ്തതിന്റെയും പ്രതിഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകും സൗബാൻ എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ റജബിന്റെ മഹത്വമായി നമ്മെ പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെയുള്ള പുണ്യ റജബിന്റെ 2-ാമത്തെ പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മളെല്ലാവരും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും ജോലിക്ക് പോകുന്നു, സ്കൂളിൽ പോകുന്നു, തൊഴിലിന് പോകുന്നു, കച്ചവടത്തിന് പോകുന്നു, അങ്ങനെ പല പല കാര്യങ്ങളിലെല്ലാം വ്യാപൃതമായി ബന്ധപ്പെട്ട് പോകുന്നവരായിരുന്നു. എന്നാൽ ഇതാ റജബ് നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസാണ്. നബി തങ്ങൾ റജബായാൽ നബി തങ്ങൾ എന്തിനാ അങ്ങനെ ദുആ ചെയ്യുന്നത്? നബി തങ്ങൾ എന്തിനാണ് അങ്ങനെ ദുആ ചെയ്യുന്നത്? സാധുക്കളായ മുഅ്മിനീങ്ങളായ പിൻകാലത്ത് ജീവിച്ചു വരുന്ന 2025 ജനുവരിയിലും ജീവിച്ചിരിക്കുന്ന നമുക്കൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന വാക്യമാണത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. പടച്ചവനെ, ഈ റജബ് മാസത്തിലും ഇനി തുടർന്നു വരുന്ന ശഅബാൻ മാസത്തിലും നിന്റെ ബറക്കത്തുകൾ നീ സജ്ജനങ്ങളായ ആളുകളിലേക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കും അതിന്റെ വിഹിതമായി ഓശാരമായി ഒരു അല്പം ഞങ്ങൾക്കും നൽകണം. വബല്ലിഗ്നാ റമളാൻ. ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചു റബ്ബേ, ഇത്രയും നാൾ ഞങ്ങൾക്ക് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചു. ഇനി വബല്ലിഗ്നാ റമളാൻ, ആ പുണ്യമാകുന്ന ഒരു സെക്കൻഡിന് 100 ഇരട്ടി പ്രതിഫലമുള്ള, ഒരു സുന്നത്തിന് ഫർളിന്റെ പ്രതിഫലമുള്ള, ഓരോ നന്മകൾക്കും പറഞ്ഞു തീരാനാകാത്ത വിശാലമായ പ്രതിഫലമുള്ള പരിശുദ്ധമായ റമളാൻ, ആ റമളാനിലേക്ക് ആരോഗ്യത്തോടെ ആഫിയത്തോടെ നീ നൽകിയിട്ടുള്ളതായ നിഅമത്തുകളെല്ലാം അതുപോലെ തന്നെ നിലനിർത്തി വബല്ലിഗ്നാ റമളാൻ, പടച്ചവനെ റമളാനിലേക്ക് എത്തിച്ചേരാനുള്ള മഹത്തായ സൗഭാഗ്യം കൂടി റബ്ബേ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഇരു കൈകളും റബ്ബിലേക്ക് ഉയർത്തി ദുആ ചെയ്തുവെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഇന്നു മുതൽ നമ്മുടെ നിസ്കാരങ്ങളിൽ, നമ്മുടെ ദുആകളിൽ, നമ്മുടെ ഒഴിവ് സമയങ്ങളിലെല്ലാം പടച്ചവനോട് ദുആ ചെയ്യണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ റജബിനെ നമ്മൾ ആദരിക്കണം. ഈ റജബിൽ ആദരിക്കുന്നത് പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ നമ്മൾ കൃത്യമായി മനസ്സിൽ ഉറപ്പിച്ച് ചെയ്യേണ്ട 2 സംഗതികൾ. ഒന്ന് ഹറാമുകളിൽ നിന്നും പാടെ മാറി നിൽക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് കഴിയണതുപോലെ നിങ്ങൾ നന്മകൾ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ട്, അതൊരു നീക്കിയിരിപ്പ് മുതലാണ്, പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അതിൽ നിന്നും കഴിയുമെങ്കിൽ നീ ഒരു 100 രൂപ സ്വതക്ക ചെയ്യാൻ നീ ശ്രദ്ധിക്കണം. എന്നാൽ അങ്ങനെ കഴിയുമെങ്കിൽ നിങ്ങൾ പുണ്യം ചെയ്യണമെന്ന് പറഞ്ഞ അതേ പ്രവാചകർ അതേ നാവ് കൊണ്ട് പറഞ്ഞു മുസ്ലിം ഉമ്മത്തിനോട്, നിങ്ങൾ ഹറാമുകളിൽ നിന്നും എല്ലാത്തിൽ നിന്നും കഴിയുമെങ്കിലല്ല സർവത്തിൽ നിന്നും നിങ്ങൾ ഹറാമുകളിൽ നിന്നും ഒഴിവായി നിൽക്കണം. കണ്ണൊഴിവാകണം, കാതൊഴിവാകണം, നാവൊഴിവാകണം, കൽബൊഴിവാകണം. അങ്ങനെ ഹറാമുകളിൽ നിന്നും പാടെ ഒഴിഞ്ഞു മാറി നിന്നാലാണ് ഈ പരിശുദ്ധമായ റജബ് മാസത്തിനെ ആദരിച്ചവരിൽ, ബഹുമാനിച്ചവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുകയുള്ളൂ. റബ്ബ് തആല അനുഗ്രഹിക്കുമാറാകട്ടെ, തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ മാസം നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് പോലെ നേരം വെളുക്കുന്നു, യാത്രയാകുന്നു, നിസ്കാരങ്ങൾ നടക്കുന്നു, ബാങ്ക് വിളിക്കുന്നു. ഇനി അതല്ല, നമ്മൾ ഓരോ സെക്കൻഡുകളും നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കുകയാണ്, ഖബറിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ പറയാൻ അടുത്തിരിക്കുകയാണ്. കഫൻ പുടവ കീറാൻ കത്രിക വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഒളിക്കുവാനുള്ളതായ കർപ്പൂരങ്ങളെല്ലാം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ചിന്തയിൽ നമ്മൾ ഇനി ഓരോ സെക്കൻഡുകളും ഓരോ മണിക്കൂറുകളും നമ്മൾ ഇനി ജീവിച്ചു തീർക്കണം. അങ്ങനെ ചിന്തിച്ച് ജീവിച്ചു തീർക്കുമ്പോഴാണ് അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ നമുക്ക് നന്മയുള്ളവരായി സൽപ്രവൃത്തികൾ ചെയ്തവരായി ജീവിക്കാൻ അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ.